ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടത് രണ്ട് കാര്യങ്ങളായിരുന്നു പ്രധാനപ്പെട്ടത്. ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റിൻ്റെ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ ഏതൊരു സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ട മറ്റൊരു കാര്യമായിരുന്നു, ഒരു ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റിൻ്റെ ഏതൊരു സൂപ്പർ സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, പിന്നെ നമ്മൾ കണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായിരുന്നു, ഒരു വെക്ടർ സ്പേസിന് ഒന്നിൽ കൂടുതൽ ബേസിസ് ഉണ്ടെങ്കിൽ ആ ബേസിസിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് സെയിം ആയിരിക്കും. ഒരു വെക്ടർ സ്പേസിന് ഒന്നിൽ കൂടുതൽ ബേസിസ് ഉണ്ടെങ്കിൽ ആ ബേസിസിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് സെയിം ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, R2ൻ്റെ കേസിൽ നമ്മൾ കണ്ടതാണ്. R2ന് ഒന്നിൽ കൂടുതൽ ബേസിസ് നമ്മൾ പറഞ്ഞാണ്. ഒരു ബേസിസ് 1001 എന്ന് പറയുന്ന ഒരു ബേസിസും മറ്റൊരു ബേസിസും നമ്മൾ ബേസിസിന് എക്സാമ്പിൾസ് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ലീനിയർലി ബേസിസ് പറഞ്ഞപ്പോൾ നമുക്ക് പറഞ്ഞതാണ് R2ന് ഒന്നിൽ കൂടുതൽ ബേസിസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. സോ നെക്സ്റ്റ് വി കൺസിഡർ എ ഡെഫിനിഷൻ. ഫസ്റ്റ് ഡെഫിനിഷൻ, ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ആ ഓർഡർ നിങ്ങൾ ഇങ്ങനെയൊന്ന് പറഞ്ഞാൽ മതി. ഡെഫിനിഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എനി ബേസിസ് ഓഫ് വി ഈസ് കോൾഡ് ദ ഡയമെൻഷൻ ഓഫ് വി ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ ഡൈ വി. സോ നിങ്ങൾ ഡെഫിനിഷൻ എഴുതുമ്പോൾ നിങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുക. ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എനി ബേസിസ് ഓഫ് വി ഈസ് കോൾഡ് ഡയമെൻഷൻ ഓഫ് വി. അത് വെക്ടർ സ്പേസിൻ്റെ ഡയമെൻഷൻ അതെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ബേസിസിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സിനെയാണ്. നമുക്കറിയാം, ഒന്നിൽ കൂടുതൽ ബേസിസ് ഉണ്ടെങ്കിലും അതിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈക്വൽ ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ ആ ബേസിസിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സിനെയാണ് നമ്മൾ ആ വെക്ടർ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്ന് വിളിക്കുന്നത്. വെക്ടർ സ്പേസിൻ്റെ ഡയമെൻഷൻ അത് നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഡൈം വി. വെക്ടർ സ്പേസിൻ വിയുടെ ഡയമെൻഷൻ നമ്മളിങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ദെൻ അതിന് ശേഷമാണ് നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ആ ഭാഗം പറയാം. ബൈ എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ്. ബൈ എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ്, അത് നിങ്ങൾക്ക് ആ ഒരു ടേമിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. ബൈ എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് വി ഷാൽ മീൻ എ വെക്ടർ സ്പേസ് വി ദാറ്റ് ഹാസ് എ ഫൈനൈറ്റ് ബേസിസ്. ഫൈനൈറ്റ് ബേസിസ് എന്ന് ഉദ്ദേശിക്കുന്ന ആ ബേസിസിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സേ ഉള്ളൂ. ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സേ ഉള്ളൂ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു വെക്ടർ സ്പേസിൻ്റെ ഡയമെൻഷൻ ഫൈനൈറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിസിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സേ ഉള്ളൂ. ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് അതിൻ്റെ ബേസിസിലുള്ളൂ. അതാണ് ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളത് രണ്ടാമതായിട്ട് പറഞ്ഞു പോവുക. എഴുതുമ്പോൾ നിങ്ങളത് രണ്ടാമതായിട്ട്, ഇപ്പം പറഞ്ഞത് രണ്ടാമതായിട്ട് ഡെഫിനിഷൻ എഴുതുമ്പോൾ രണ്ടാമതായിട്ട് പറയുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ എക്സാമ്പിൾസിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ കണ്ട ഒരു എക്സാമ്പിളായിരുന്നു Rn എന്ന് പറയുന്ന വെക്ടർ സ്പേസിൻ്റെ ഫോർ n ട്യൂപ്പിൾസ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഇവിടെ നമ്മൾ പറഞ്ഞ ബേസിസ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. Rnൻ്റെ ബേസിസ് ദറ്റ് ഈസ് E1, E2 എക്സെട്ര En എന്ന് പറയുന്നതാണ് Rnൻ്റെ ബേസ്. ദറ്റ് ഈസ് E1 എന്ന് പറയുന്നത് എന്തായിരുന്നു? E1 is the n tuple of real number with the first component 1, all other components are 0. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു n tuple ആണ് E1 എന്ന് പറയും. then E2 എന്ന് പറയുന്നതായിരുന്നു സെക്കൻഡ് കമ്പോണൻറ്റ് 1 ബാക്കിയുള്ള എല്ലാ കമ്പോണൻസും 0യുമായിട്ടുള്ള ഒരു n tuple ഫോമാണ് E2 എന്ന് പറയും. സോ എക്സെട്ര En എന്ന് പറയുന്നത് nth കമ്പോണൻറ്റ് 1 ബാക്കിയുള്ള എല്ലാ കമ്പോണൻസും 0യുമായിട്ടുള്ള ഒരു n tuple ഫോമാണ് En എന്ന് പറയുന്നത്. സോ ഇതാണ് E1, E2, En. സോ ഓൾറെഡി നമ്മൾ കണ്ടതാണ് ഈ സെറ്റ് എന്ന് പറയുന്നത്. സെറ്റ് E1, E2, En എന്ന് പറയുന്നത് Rnൻ്റെ ഒരു ബേസിസ് ആണ്. സ്പാനിങ് സെറ്റാണ്, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. സോ ബേസിസ് ആണ്, നമ്മൾ കണ്ടതാണ്, വെരിഫൈ ചെയ്തതാണ്. ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? ഇവിടെ ഈ ബേസിസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 1, 2, 3 എക്സെട്ര n നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ? n എലമെൻറ്റ്സ് ഉണ്ട്. സോ Rnൻ്റെ ബേസിസിൽ n എലമെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ Rnൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡയമെൻഷൻ ഓഫ് Rn എന്ന് പറയുന്നത് n ആയിരിക്കും. സോ ഡയമെൻഷൻ ഓഫ് Rn എന്ന് പറയുന്നതായിരിക്കും n ആയിരിക്കും വരിക. ക്ലിയർ ആണല്ലോ? Rn എന്ന് പറയുന്നത്, അല്ല, ഡയമെൻഷൻ ഓഫ് Rn എന്ന് പറയുന്നത് n ആയിരിക്കും. ഓക്കെ, സോ ഒരു ഫൈനൈറ്റ് ഡയമെൻഷനാണ്, ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് അതിനകത്തുള്ളൂ. സോ Rn എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് n ആണ്. മറ്റൊരു എക്സാമ്പിൾ, മാറ്റ് m/nr. മാറ്റ് m/nr എന്തായിരുന്നു? സെറ്റ് ഓഫ് ഓൾ m/n മെട്രീസസ് വിത്ത് റിയൽ എൻട്രീസ് അല്ലേ? സോ ഇവിടെ മാറ്റ് m/n നമ്മൾ ഇവിടെയും നമ്മൾ മാറ്റ് 2/3യുടെയും മാറ്റ് 2/2ൻ്റെ ഒക്കെ കേസ് നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞപ്പോൾ അവിടെയൊക്കെ നമ്മൾ ബേസിസ് പറഞ്ഞാണ്. സോ അത് വെച്ച് നിങ്ങൾക്ക് അതിന് ജനറലൈസ് ചെയ്യാവുന്നതാണ്. മാറ്റ് m/nrൻ്റെ ബേസിസ് എങ്ങനെയായിരിക്കും വരിക? മാറ്റ് m/nrൻ്റെ ബേസിസ് എന്ന് പറയുമ്പോൾ അതിലെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ഒരു m/n മെട്രിക്സ് ആയിരിക്കും അല്ലെ? ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത്, ബേസിലെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്ന ഒരു m/n മെട്രിക്സ് ആയിരിക്കും. അവിടുത്തെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എൻട്രി 1ഉം ബാക്കിയുള്ള എല്ലാ എൻട്രീസും, ഫസ്റ്റ് എലമെൻറ്റ് നമുക്ക് ഇങ്ങനെ വിളിക്കാം,
ഓക്കെ. സോ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എൻട്രി 1ഉം ബാക്കിയുള്ള എല്ലാ എൻട്രീസ് 0യും ആയിട്ടുള്ളത് സെക്കൻഡ് റോ മുതലുള്ള ബാക്കിയുള്ള എല്ലാ റോസും എന്തായിരിക്കും? ബാക്കിയുള്ള എല്ലാ റോസും 0 റോസ് ആയിരിക്കും. അപ്പോൾ ഇതായിരിക്കും ഈ മാറ്റ് M/n(r) എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിൻ്റെ ബേസിസിലെ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത്. സോ ഇസ് ആൻ M/n മെട്രിക്സ്. ഇസ് ആൻ M/n മെട്രിക്സ് വിത്ത് ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കമ്പോണൻറ്റ് ഫസ്റ്റ് എൻട്രി 1 ആയിരിക്കും, ബാക്കിയുള്ള എല്ലാ എൻട്രീസും 0 ആയിരിക്കും, ബാക്കിയുള്ള എല്ലാ റോസും 0 റോസ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ. ദെൻ അതിൻ്റെ സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത് അവിടെ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എൻട്രി 1ഉം ബാക്കിയുള്ള എല്ലാ എൻട്രീസും 0യും ബാക്കിയുള്ള റോസ് എല്ലാം 0 റോസ് ആയിട്ടുള്ള മെട്രിക്സ് ആയിരിക്കും, M/n മെട്രിക്സ് ആയിരിക്കും അതിൽ സെക്കൻഡ് എൻട്രി എന്ന് പറയും. ക്ലിയർ ആണല്ലോ? വേണമെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാറ്റ് 3/2 മെട്രിക്സ് കൺസിഡർ ചെയ്യാം. മാറ്റ് 3/2 മെട്രിക്സ് കൺസിഡർ ചെയ്യുമ്പോൾ അതിലെ ഫസ്റ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് അല്ലെ ബേസിസിലെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ 3/2 മെട്രിക്സ്. 3 റോസും 2 കോളംസും ഉണ്ടല്ലേ. സോ അതിലെ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഫസ്റ്റ് റോ എന്ന് പറയുന്നത് 1 0 1 0, സെക്കൻഡ് റോ എന്ന് പറയുന്നത് 0 0, തേർഡ് റോ എന്ന് പറയുന്നത് 0 0. ഇതായിരിക്കും ഇതിലെ ഈ ബേസിസിലെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് എലമെൻറ്റിൻ്റെ ഫോം എന്ന് പറയുന്നത് 0 1 then 0 0 0 0. ഇതായിരിക്കും ഇതിലെ സെക്കൻഡ് മെട്രിക്സ് എന്ന് പറയുന്നത്, ബേസിസിലെ സെക്കൻഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് മെട്രിക്സ് അപ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക് പറയാം. മാറ്റ് 3/2 ആണ്. സോ നെക്സ്റ്റ് 0 ഫസ്റ്റ് റോ നമ്മൾ കംപ്ലീറ്റ് 1ൻ്റെ പൊസിഷൻ കൺസിഡർ ചെയ്തു. സോ സെക്കൻഡ് റോയിലേക്ക് വരാം. ഫസ്റ്റ് റോ കംപ്ലീറ്റ് 0, സെക്കൻഡ് റോയിലേക്ക് വരുമ്പോൾ 1 0, ദെൻ തേർഡ് റോ കംപ്ലീറ്റ് 0. ഇതായിരിക്കും നെക്സ്റ്റ് മെട്രിക്സ്. ദെൻ നെക്സ്റ്റ് മെട്രിക്സ് അടുത്ത മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 0 0 0 1 സെക്കൻഡ് റോയിലെ ലാസ്റ്റ് എൻട്രി 1 ആക്കി, ദെൻ 0 0. ഇതായിരിക്കും നെക്സ്റ്റ്. സോ എല്ലാ പൊസിഷനിലും നിങ്ങൾക്ക് എന്ത് കൊണ്ടുവരിക? എല്ലാ പൊസിഷനിലും ഒരു തവണ 1 കൊണ്ടുവരിക, ബാക്കിയുള്ള എല്ലാ എൻട്രീസും 0 ആയിട്ടുള്ള മെട്രിക്സ് ഫോം ചെയ്യുക. ഓക്കെ, അങ്ങനെ ഓർത്തിയാൽ മതി. അപ്പോൾ അതേപോലെ തന്നെ മാറ്റ് M/n(r) വരുമ്പോഴും എല്ലാ പൊസിഷനിലും നിങ്ങൾ എന്ത് കൊണ്ടുവരിക? ഒരു തവണയെങ്കിലും 1 എന്ന് പറയുന്ന എൻട്രി കൊണ്ടുവരിക, ബാക്കിയുള്ള എല്ലാ എൻട്രീസും 0 ആക്കുക. അത്തരത്തിലുള്ള എല്ലാ പോസിബിലിറ്റീസും അതാണ് നമ്മുടെ ഈ ബേസിസിലെ എൻട്രീസ് എന്ന് പറയുന്നത്, എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എൻട്രി എന്ത് വരും? 0 0. അപ്പോൾ നമ്മൾ സെക്കൻഡ് റോയിലെ കംപ്ലീറ്റ് 1 ഫോം കൺസിഡർ ചെയ്തു. ദെൻ 0 0, ദെൻ തേർഡ് റോയിലേക്ക് വരാം 1 0, ദെൻ 0 0 0 0 0 1. ഇത്രയും എലമെൻറ്റ്സ് ആയിരിക്കും മാറ്റ് 3/2 എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ വെക്റ്റർ സ്പേസിൻ്റെ ബേസിസിലെ എലമെൻറ്റ്സ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ? അതിൻ്റെ ഫോം എങ്ങനെ ഫോം ചെയ്യുന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ മാറ്റ് M/n(r) വരുമ്പോൾ അത് നിങ്ങൾ ഫസ്റ്റ് റോ എടുക്കുക, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എൻട്രി 1 ആക്കുക, ബാക്കിയുള്ള എല്ലാ റോസിലും എല്ലാ എൻട്രീസും 0 ആക്കുക, ബാക്കിയുള്ള എല്ലാ എൻട്രീസും 0 ആക്കുക. ദെൻ അടുത്ത മെട്രിക്സ് എങ്ങനെ ഫോം ചെയ്യുക? ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എൻട്രി 1 ആക്കുക, ബാക്കിയുള്ള എല്ലാ എൻട്രീസും 0 ആക്കുക, അങ്ങനെയുള്ള M/n മെട്രിക്സ് ഫോം ചെയ്യുക. ദെൻ നെക്സ്റ്റ് മെട്രിക്സ് എങ്ങനെ ഫോം ചെയ്യുക? ഫസ്റ്റ് റോയിലെ തേർഡ് എൻട്രി 1 ആക്കുക, ബാക്കിയുള്ള ആ മെട്രിക്സിൽ എല്ലാ എൻട്രീസും 0 ആയിട്ടുള്ള M/n മെട്രിക്സ് ഫോം ചെയ്യുക. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ എത്ര മെട്രിക്സ് വരുന്നുണ്ട്? 1 2 3 4 5 6 മെട്രിക്സ് വരുന്നു അല്ലേ? ദാറ്റ് ഇസ് 3x2 മെട്രിക്സ് ആണ് വരിക. 3x2 6 മെട്രിക്സ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ മാറ്റ് M/n(r) എടുക്കുമ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ എഴുതി പോവുകയാണെങ്കിൽ ഈ ബേസിസിൽ എത്ര എലമെൻറ്റ്സ് വരുന്നുണ്ടായിരിക്കും? ഇത്തരത്തിൽ M×n മെട്രിക്സ് ഫോം ചെയ്യും. M×n മെട്രിക്സസ് ആയിരിക്കും. ഈ രീതിയിൽ നിങ്ങൾ എഴുതി പോവുകയാണെങ്കിൽ M×n മെട്രിക്സസ് ആയിരിക്കും മാറ്റ് M/n(r) എന്നുള്ള ഈ ഒരു വെക്റ്റർ സ്പേസിൽ നിങ്ങൾ ഫോം ചെയ്യുക, എലമെൻറ്റ്സ് ഫോം ചെയ്യുക. ദാറ്റ് മീൻസ് മാറ്റ് M/n(r) എന്ന് പറയുന്ന ഈ ഒരു വെക്റ്റർ സ്പേസിൻ്റെ ബേസിസിൽ M×n അല്ലെങ്കിൽ Mn എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഡൈമെൻഷൻ ഓഫ് മാറ്റ് M/n(r) എന്ന് പറയുന്ന അപ്പോൾ എന്തായിരിക്കും? M×n, Mn ആയിരിക്കും വരിക. ഡൈമെൻഷൻ ഓഫ് മാറ്റ് M/n(r) എന്ന് പറയുന്ന M×n ആയിരിക്കും. ദാറ്റ് ഈസ് എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിന് എക്സാമ്പിളാണ് ഇതും ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിന് എക്സാമ്പിളാണ്. അപ്പോൾ നമ്മളവിടെ റെപ്രസെൻറ്റേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. വേറെ Eij എന്ന് പറയുന്നത് ഈസ് ആൻ M/n മെട്രിക്സ് ദാറ്റ് ഹാസ് 1 in the ijth position and 0 elsewhere. Thus have M×n such matrices. In the vector space.
സോ ഡയമെൻഷൻ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആ കൂടുതൽ എഴുതി പോവാം, ഈ കാര്യം കൂടെ എഴുതി പോവാം. ഇവിടെ ഡയമെൻഷൻ R എന്നാണ്, ഇവിടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് m×n ആണ് വരിക. ഓക്കെ, ആ കാര്യങ്ങൾ കൂടി എഴുതി പോവാം. മറ്റൊരു എക്സാമ്പിൾ, സ്പേസ് Rn ഓഫ് എക്സ്, വെക്ടർ സ്പേസ് Rn ഓഫ് എക്സ്. ദാറ്റ് ഈസ് എന്തായിരുന്നു, സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n വിത്ത് റിയൽ കോഎഫിഷ്യൻസ് അല്ലേ, Rn ഓഫ് എക്സ് എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് പറയാം വെക്ടർ സ്പേസ് Rn ഓഫ് എക്സ് ഈസ് എ റിയൽ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി അറ്റ്മോസ്റ്റ് n എന്നും പറയാം. ഓക്കെ, ഓഫ് ഡിഗ്രി അറ്റ്മോസ്റ്റ്. അവിടെ നമ്മൾ അതിൻ്റെ ബേസിസ് നമ്മൾ ഫോം ചെയ്തായിരുന്നു അല്ലേ. Rn ഓഫ് എക്സിൻ്റെ ബേസിസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ബേസിസ് എന്തായിരുന്നു വരിക, 1 എക്സ് എക്സ് സ്ക്വയർ എക്സെട്ര എക്സ് റേസ് ടു n എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒരു ബേസിസ് അല്ലേ. R2 ഓഫ് എക്സ് നമ്മൾ എടുക്കുമ്പോൾ എന്തായിരുന്നു ബേസിസ്, 1 എക്സ് 1 എക്സ് എക്സ് സ്ക്വയർ ആണ് R2 ഓഫ് എക്സിൻ്റെ ബേസ്. R3 ഓഫ് എക്സിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ 1 എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ആയിരുന്നു R3 ഓഫ് എക്സിൻ്റെ ബേസിസ്. സോ Rn ഓഫ് എക്സിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ 1 എക്സ് എക്സ് സ്ക്വയർ എക്സെട്ര എക്സ് റേസ് ടു n വരെ വരും Rn ഓഫ് എക്സിൻ്റെ ബേസിസ്. സോ എത്ര എലമെൻറ്റ്സ് ഉണ്ട് ഇവിടെ, 1 2 3 4 എക്സെട്ര n+1 എലമെൻറ്റ്സ് ഉണ്ട്. ഈ സെറ്റിൽ n+1 എലമെൻറ്റ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ബേസിസിൽ n+1 എലമെൻറ്റ്സ് ഉണ്ട് Rn ഓഫ് എക്സിന്. ദെയർഫോർ ഡൈമെൻഷൻ ഓഫ് Rn ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്താ വരിക, ഡയമെൻഷൻ ഓഫ് Rn ഓഫ് എക്സ് എന്ന് പറയുന്നത് n+1 ആണ്. അതും ഒരു ഫൈനൈറ്റ് ഡയമെൻഷൻ വെക്ടർ സ്പേസ് തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്ത മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. സെറ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ ഇട്ട് പോയാൽ, സെറ്റ് വി ഓഫ് കോംപ്ലെക്സ് മെട്രീസസ് ഓഫ് ദ ഫോം സെറ്റ് ഓഫ് ഓൾ ആൽഫ ബീറ്റ ഗാമ മൈനസ് ആൽഫ ഫോംസ് എ റിയൽ വെക്ടർ സ്പേസ്. അത് വെരിഫൈ ചെയ്യാൻ അല്ലെ ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചെക്ക് വെദർ ദ സെറ്റ് വി ഓഫ് ഓൾ കോംപ്ലെക്സ് മെട്രീസസ് ഓഫ് ദ ഫോം സെറ്റ് ഓഫ് ഓൾ, അങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എഴുതി പോയാൽ മതി. ചെക്ക് വെദർ ദ സെറ്റ് വി ഈസ് വെദർ വി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ കോംപ്ലെക്സ് മെട്രീസസ് ആൽഫ ബീറ്റ ഗാമ മൈനസ് ആൽഫ ഫോംസ് എ റിയൽ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫീൽഡ് അപ്പോൾ ഏതാണ്, ഫീൽഡ് എന്ന് പറയുന്നത് റിയൽ ലൈനാണ്, ആറാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഫോംസ് എ റിയൽ വെക്ടർ സ്പേസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് വെക്ടർ സ്പേസ് ആണ് അല്ലെങ്കിൽ വെക്ടർ സ്പേസ് ആണെന്ന് കാണിക്കുന്നതിന് പകരം അല്ലെങ്കിൽ സബ് സ്പേസ് ആണെന്ന് കാണിച്ചാൽ മതി. നമുക്കറിയാം നമ്മൾ ഈ എഴുതി വെച്ചിരിക്കുന്നത് വി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ആൽഫ ബീറ്റ ഗാമ മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലെക്സ് മെട്രീസ് ആണ്. ദാറ്റ് മീൻസ് ആൽഫ സജർ ആൽഫ ബീറ്റ ഗാമ എന്നൊക്കെ പറയുന്ന ഇവിടുത്തെ എലമെൻ്റ് ആണ്, സിയിലെ കോംപ്ലെക്സ് നമ്പേഴ്സാണ്. അപ്പോൾ ഈ ഒരു കളക്ഷൻ ഒരു റിയൽ വെക്ടർ സ്പേസ് ഫോം ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് എന്ത് കാണിച്ചാൽ മതി, ഇത് ഒരു സബ് സ്പേസ് ആണെന്ന് കാണിച്ചാൽ മതി. ശരിയല്ലേ, സബ് സ്പേസ് ഓൾസോ വെക്ടർ സ്പേസ്. അപ്പോൾ ഈ കളക്ഷൻ എന്ന് പറയുന്നത് ഇത് എന്തിൻ്റെ സബ്സെറ്റാണ്, ഈ വി എന്ന് പറയുന്നത് ക്ലിയർലി നമ്മൾ ഈ കളക്ഷൻ എന്ന് പറയുന്നത് വി എന്ന് പറയുന്ന കളക്ഷൻ നമ്മൾ ഓൾറെഡി കണ്ട ഒരു വെക്ടർ സ്പേസിൻ്റെ സബ്സെറ്റാണ്. ഏതായിരുന്നു അത് ദാറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് മാറ്റ് 2/2 എൻട്രീസ്. അത് ഏതാ വരിക, കോംപ്ലെക്സ് നമ്പേഴ്സാണ് എൻട്രീസ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ മാറ്റ് 2/2 R അല്ല, മാറ്റ് 2/2 C എന്ന് പറയുന്ന ഈ ഒരു വെക്ടർ സ്പേസ്, ഇത് ഓൾറെഡി ഈസ് ഓൾസോ വെക്ടർ സ്പേസ്. ഇത് നിങ്ങൾ വെരിഫൈ ചെയ്യുകയാണ്. മാറ്റ് 2/2 R നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മാറ്റ് 2/2 C എന്ന് പറയുന്നതും അതേ ഓപ്പറേഷൻസ് വെച്ചുകൊണ്ട് മാറ്റ് 2/2 C എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ഫോം ചെയ്യും. ഈസ് ഓൾസോ എ വെക്ടർ സ്പേസ്. അത് നിങ്ങൾ വെരിഫൈ ചെയ്യാവുന്നതാണ്. സോ അപ്പം ഈ ഒരു വെക്ടർ സ്പേസിൻ്റെ ഒരു സബ്സെറ്റാണ് വി എന്ന് പറയുന്നത്. ഈ ഒരു വെക്ടർ സ്പേസിൻ്റെ ഒരു സബ്സെറ്റാണ് വി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഈ മാറ്റ് 2/2 C എന്ന് പറയുന്നത് റിയൽ വെക്ടർ സ്പേസും ഫോം ചെയ്യുന്നുണ്ട്. ഇതൊരു കോംപ്ലക്സ് വെക്ടർ സ്പേസ് ഫോം ചെയ്യും. ദാറ്റ് ഈസ് എഫ് എന്ന് പറയുന്ന R ആകുന്ന കേസിലും എഫ് എന്ന് പറയുന്ന C ആകുന്ന കേസിലും രണ്ട് കേസിലും മാറ്റ് 2/2 C എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ഫോം ചെയ്യും. അപ്പോൾ നിങ്ങൾ രണ്ട് കേസിലും നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. F = R ആകുന്ന കേസിലും ഇതൊരു വെക്ടർ സ്പേസ് ഫോം ചെയ്യും. F = C ആകുന്ന കേസിലും ഈ കളക്ഷൻ ഒരു വെക്ടർ സ്പേസ് ഫോം ചെയ്യും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക. അപ്പോൾ ഇത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് F = R ആകുന്ന കേസിൽ അതാണ് റിയൽ വെക്ടർ സ്പേസ് ആണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇതൊരു വെക്ടർ സ്പേസ് ആണ് വിത്ത് കറസ്പോണ്ടിങ് ടു ദ ഫീൽഡ് F = R ആണ് നമ്മളോട് കൺസിഡർ ചെയ്യുന്നത്. F = C ആകുമ്പോൾ ഒരു വെക്ടർ സ്പേസ് ഫോം ചെയ്യുന്നുണ്ട്. സോ ഇത് രണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യും. F = R ആകുമ്പോഴും F = C ആകുമ്പോഴും ഈ കളക്ഷൻ ഒരു വെക്ടർ സ്പേസ് ഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക. നമ്മൾ മാറ്റ് 2/2 Rൻ്റെ കേസിൽ വെരിഫൈ ചെയ്തതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ മാറ്റ് 2/2 Cയുടെ ഒരു സബ്സെറ്റാണ് ഈ തന്നിരിക്കുന്ന V എന്ന് പറയുന്ന സെറ്റ്. വിത്ത് റെസ്പെക്ട് ടു ദ ഫീൽഡ് F = R ആണ് കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് കാണിച്ചാൽ ഇത് ഓൾറെഡി ഒരു വെക്ടർ സ്പേസ് ആണ്. ഇത് ഓൾറെഡി ഒരു റിയൽ വെക്ടർ സ്പേസ് ആണ് നമ്മൾ പ്രൂവ്
വെരിഫൈ ചെയ്തതാണ്. അപ്പം അതിൻ്റെ ഒരു സബ്സെറ്റാണ്. അപ്പോൾ ഈ വെക്റ്റർ സ്പേസ്, ഈ സബ്സെറ്റ് എന്താണെന്ന് കാണിച്ചാൽ മതി. ഈ ഒരു സബ് സ്പേസ് ആണെന്ന് കാണിച്ചാൽ മതി. ഈ സബ്സെറ്റ് ഇതിൻ്റെ ഒരു സബ് സ്പേസ് ആണെന്ന് കാണിച്ചാൽ മതി. നമുക്കറിയാം സബ് സ്പേസ് എന്ന് പറയുന്നത് ഈസ് ഓൾസോ എ വെക്റ്റർ സ്പേസ്. അപ്പോൾ ഈ സബ്സെറ്റ് ഈ വെക്റ്റർ സ്പേസിൻ്റെ ഒരു സബ് സ്പേസ് ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു വെക്റ്റർ സ്പേസ് ആണ് അല്ലെങ്കിൽ റിയൽ വെക്റ്റർ സ്പേസ് ആണെന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇത് ഓൾറെഡി ഒരു വെക്റ്റർ സ്പേസ് ആണെന്ന് നമ്മൾ വെരിഫൈ ചെയ്യുക, ചെക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് കാണിക്കുക, ഈ സബ്സെറ്റ് ഇതിൻ്റെ ഒരു സബ് സ്പേസ് ആണെന്ന് വെരിഫൈ ചെയ്യാം, ചെക്ക് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ 2 കണ്ടീഷൻസ് നമുക്ക് അവിടെ നോക്കിയാൽ മതി സബ് സ്പേസ് ആകാനായിട്ട്. ഒന്നെന്തായിരുന്നു, 2 എലമെൻറ്റ് എയും ബിയും വിയിലെ എലമെൻറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ആർബിട്രറി എലമെൻറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ A+B എന്ന് പറയുന്ന എവിടെ ഉണ്ടെന്ന് കാണിക്കണം, വിയിൽ തന്നെ ഉണ്ടെന്ന് കാണിക്കണം. ഇതായിരുന്നു സബ് സ്പേസ് ആകാൻ ഫസ്റ്റ് കണ്ടീഷൻ. പിന്നെ എന്തായിരുന്നു, സ്കേലാർ ലാംഡ, റിയൽ നമ്പർ ലാംഡ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരു ആർബിട്രറി എലമെൻറ്റ് വിയിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലാംഡ ഇൻറ്റു എയും എവിടെ ഉണ്ടെന്ന് കാണിക്കണം, വിയിലുണ്ടെന്ന് കാണിക്കണം. അപ്പോൾ ഈ 2 കണ്ടീഷൻ മാത്രമേ നമുക്ക് സബ് സ്പേസ് ആണോ എന്ന് അറിയാനായിട്ട് ചെക്ക് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? അപ്പോൾ വെക്റ്റർ സ്പേസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെക്റ്റർ സ്പേസ് ആണെന്ന് നമ്മൾ വെരിഫൈ ചെയ്യുന്നതിന് പകരം നമ്മളതിനെ സബ് സ്പേസ് ആണെന്ന് നമ്മളാണ് വെരിഫൈ ചെയ്യുന്നത്. കാരണം സബ് സ്പേസുകളെല്ലാം വെക്റ്റർ സ്പേസ് തന്നെയാണ്. അപ്പം ഇത് ആദ്യം നമ്മൾ ജസ്റ്റ് പറയുക, ഈ സബ്സെറ്റ് എന്ന് പറയുന്നത് ഇത് ഈ മാറ്റ് 2/2 C എന്ന് പറയുന്ന ഈ ഒരു വെക്റ്റർ സ്പേസിൻ്റെ, റിയൽ വെക്റ്റർ സ്പേസിൻ്റെ ഒരു സബ്സെറ്റാണ്. ഇത് ഓൾറെഡി ഒരു വെക്റ്റർ സ്പേസ് ആണെന്ന് വെരിഫൈ ചെയ്യണം. ചെയ്തതിന് ശേഷമേ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ കാര്യമുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഇത് വെരിഫൈ ചെയ്യണം. അതിനുശേഷം ദെൻ ഇത് സബ് സ്പേസ് ആണെന്ന് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങളായി. ഓക്കെ. So we choose 2 arbitrary elements a comma b in V. Then a യുടെ ഫോം കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് എൻട്രീസ് എന്ന് നമുക്കറിയാം. സോ ഈസ് ഓഫ് ദ ഫോം സം a plus ib, c plus id, then e plus if, then minus alpha ആണ്. So minus of a plus ib. Then b is equal to some g plus ih, then j plus ik, then L plus im. ചുമ്മാ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഫോമിലുള്ള കുറച്ച് 2 മെട്രിക്സ് കൺസിഡർ ചെയ്താൽ മതി. ദെൻ മൈനസ് ഓഫ് g plus ih. ദെൻ a plus b എഴുതി നോക്കുക. ദാറ്റ് ഈസ് ഓൾസോ എ 2/2 മെട്രിക്സ് വിത്ത് റിയൽ എൻട്രീസ് ഫോമാണ്. സോ ക്ലിയർലി ദാറ്റ് ബിലോങ്സ് ടു ദിസ് കളക്ഷൻ V. With real entries or with complex entries. 2/2 matrix with complex entries form ആണ്. So clearly that a plus b belongs to V. Then next we consider scalar field real line ആണ് consider. So for lambda belongs to R, we consider lambda into A. So clearly lambda into A also belongs to V. So therefore V എന്ന് പറയുന്നത് ഈ subspace-ന് 2 conditions satisfy ചെയ്യുന്നു. So clearly V is a subspace of mat 2/2 C. Hence V is a vector space. അപ്പോൾ ആ രീതിയിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു കളക്ഷൻ വെക്റ്റർ സ്പേസ് ആണെന്ന് വെരിഫൈ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് വെരിഫൈ ചെയ്യാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അവിടെ നമ്മൾ ആദ്യം തന്നെ അത് ഏത് വെക്റ്റർ സ്പേസിൻ്റെ സബ്സെറ്റ് ആണെന്നുള്ളത് കൃത്യമായിട്ട് പറയണം. തന്നിരിക്കുന്ന സെറ്റ് ഏത് വെക്റ്റർ സ്പേസിൻ്റെ സബ്സെറ്റ് ആണെന്ന് കൃത്യമായിട്ട് പറയണം. ആവശ്യമെങ്കിൽ ആ തന്നിരിക്കുന്ന സബ്സെറ്റ് വെക്റ്റർ സ്പേസ് ആണെന്ന് അത് വെക്റ്റർ സ്പേസ് ആണെന്നുള്ളത്, അതായത് നമുക്ക് തന്നിരിക്കുന്ന സബ്സെറ്റ് ഏതോ ഒരു വെക്റ്റർ സ്പേസിൻ്റെ സബ്സെറ്റ് ആയിരിക്കും തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് വെക്റ്റർ സ്പേസ് ആണെന്നുള്ളത്, അതായത് ആ വെക്റ്റർ സ്പേസ് ആണെന്നുള്ളത് അത് നിങ്ങൾ ഒന്നുകൂടെ ജസ്റ്റ് വെരിഫൈ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഈ പറഞ്ഞ കേസിലാണെങ്കിൽ ഇപ്പോൾ V എന്ന് പറയുന്നത് mat 2/2 Cയുടെ ഒരു സബ്സെറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ mat 2/2 C എന്ന് പറയുന്നത് വെക്റ്റർ സ്പേസ് ആണെന്ന് നമ്മൾ പറയുന്നുണ്ട് എങ്കിൽ പോലും മാർക്കിനനുസരിച്ച് ആവശ്യമെങ്കിൽ അവിടെ mat 2/2 C എന്ന് പറയുന്ന വെക്റ്റർ സ്പേസ് ആണെന്നുള്ള 10 കണ്ടീഷൻസും വെരിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് കിട്ടി V എന്ന് പറയുന്നത് അത് ആവശ്യമെങ്കിൽ മാത്രം കേട്ടോ, മാർക്കിനനുസരിച്ച് ആവശ്യമെങ്കിൽ മാത്രം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് mat 2/2 C എന്ന് പറയുന്ന വെക്റ്റർ സ്പേസ് ആണ്, ദെൻ ഇത് സബ്സെറ്റ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതിന് സബ് സ്പേസ് ആണെന്ന് കാണിച്ചുകൊണ്ട് ഈ കളക്ഷൻ വെക്റ്റർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാം. ആ രീതിയിലും പറയാം. അപ്പോൾ മാർക്കിനനുസരിച്ച് മാത്രം, ആവശ്യമെങ്കിൽ മാത്രം ആ പറഞ്ഞ കാര്യങ്ങളിലേക്ക് പോയാൽ മതി. ഓക്കെ, therefore V is a subspace of the real vector space mat 2/2 C, hence V is a vector space. ഇനി നമുക്ക് ഇതിൻ്റെ ഈ തന്നിരിക്കുന്ന കളക്ഷൻ്റെ ഒരു ബേസിസിനെ പറ്റിയാണ്. ഈ V എന്ന് പറയുന്നത് വെക്റ്റർ സ്പേസ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. വെക്റ്റർ സ്പേസ് ആയതുകൊണ്ട് ഒരു ബേസിസ് ഉണ്ട്. ബേസിസിനെ പറ്റിയാണ് നമ്മൾ അടുത്തായിട്ട് പറയുക. സോ we consider a matrix A, we consider element A belongs to V. So is of the form same A plus IB, matrix A plus IB, C plus ID, E plus IF, minus of A plus IB. So ആ മെട്രിക്സിനെ എനിക്ക് ഇങ്ങനെ എഴുതാം. That is we can write that is equal to A into 1 0 0 -1, then plus B into
I0 0 minus I0 0 minus I plus E into 0 1 0 0 plus D into 0 I 0 0 plus E into 0 0 1 0 plus F into 0 0 I0 0 0 I0. Clear ആയല്ലോ? Okay, so we consider the collection, the matrix, we consider the set B is equal to set 1 0 0 minus 1 matrix I 0 0 minus I 0 1 0 0 0 I 0 0 0 0 1 0 0 0 I 0 എന്ന് പറയുന്ന ആ ഒരു സെറ്റ് എടുത്തു. ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു എക്സ്പ്രഷനിൽ എഴുതിയതിന് ശേഷം അതിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്തതാണ്. ഓക്കെ, സോ ക്ലിയർലി ദാറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് വി ആണ്. വിയുടെ ഒരു സബ്സെറ്റ് ആണ് ആ കളക്ഷൻ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്ന സെറ്റ് ക്ലിയർലി സബ്സെറ്റ് ഓഫ് വി ആണ്. സോ സ്പാൻ ബി ഈക്വൽ ടു വി ആണ്. കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എ എന്ന് വിയിൽ ഒരു ആർബിട്രറി എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ബിയിലെ എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ ബി ഫോം ചെയ്തു തന്നെ. അതുകൊണ്ട് തന്നെ ക്ലിയർലി സ്പാൻ ബി എന്ന് പറയുന്നത് വി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇനി ആ ബി എന്ന് പറയുന്നത് ബേസിസ് ആണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ, വിയുടെ ബേസിസ് ആണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കാണിച്ചാൽ മതി? സ്പാൻ ബി വി ആണെന്ന് കിട്ടി, സ്പാനിങ് സെറ്റ് ആണെന്ന് കിട്ടി. ബി എന്ന് പറയുന്നത് വിയുടെ സ്പാനിങ് സെറ്റ് ആണെന്ന് കിട്ടി. ഇനി എന്തുകൊണ്ട് കാണിച്ചാൽ മതി? ബി എന്ന് പറയുന്ന സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നോട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ബി എന്ന് പറയുന്ന സെറ്റ് വിയുടെ ബേസിസ് ആണെന്ന് പറയാം. സോ ലീനിയർലി ഇൻഡിപെൻഡൻസ് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി വി കൺസിഡർ lambda 1 into first element plus lambda 2 into second matrix plus lambda 3 into third matrix plus lambda 4 into next plus lambda 5 into plus lambda 6 into equal to ഏതിനോട് ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യുക? ഈക്വൽ ടു ദ സീറോ വെക്ടർ. ഇവിടുത്തെ സീറോ വെക്ടറിനോട്, സീറോ വെക്ടർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സീറോ വെക്ടർ 2/2 സീറോ മെട്രിക്സ് ആണ്. ദാറ്റ് ഈസ് 0 0 0 0. ദെൻ അതിൽ നിന്ന് നമുക്ക് lambda 1 lambda 2 lambda 3 lambda 4 lambda 5 lambda 6 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് ദാറ്റ് സ്കേലാർസ് ഓൾ സ്കേലാർസ് ആർ 0 എന്ന് കിട്ടും. സോ അത് തന്നെയായിരുന്നു നമ്മുടെ കണ്ടീഷൻ. ഇപ്പോൾ നമുക്ക് എന്ത് പറയാം? സെറ്റ് ബി എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഓൾസോ സ്പാൻസ് വി. ബി എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റുമാണ്. വി എന്ന് പറയുന്ന ഈ ഒരു വെക്ടർ സ്പേസിനെ സ്പാൻ ചെയ്യുന്നുണ്ട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ബി എന്ന് പറയുന്നത് വി എന്ന് പറയുന്ന വെക്ടർ സ്പേസിൻ്റെ ബേസിസ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ ഓഫ് വി എങ്ങനെയായിരിക്കും? എത്രയായിരിക്കും? ഡയമെൻഷൻ ഓഫ് വി എന്ന് പറയുന്നതായിരിക്കും വരിക. ഇവിടെ എത്ര എലമെൻറ്റ്സ് ഉണ്ട് ഈ ബേസിസിൽ? 6 എലമെൻറ്റ്സ് ഉണ്ടല്ലേ. സോ ഡയമെൻഷൻ ഓഫ് വി എന്ന് പറയുന്നത് 6 ആണ് വരിക. ഫൈനൈറ്റ് ഡയമെൻഷൻ വെക്ടർ സ്പേസ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, so dimension of V is equal to 6. Another example, consider W of complex matrices of the form alpha beta minus beta conjugate minus alpha is a subspace of mat 2/2 C. ആദ്യം നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത് അത് വെരിഫൈ ചെയ്യണം. mat 2/2 C യുടെ സബ്സ്പേസ് ആണെന്ന് വെരിഫൈ ചെയ്യുക. ഈ കളക്ഷൻ set of all complex matrices of the form alpha beta minus beta conjugate minus alpha എന്ന് പറയുന്ന ആ ഒരു കളക്ഷൻ mat 2/2 C യുടെ സബ്സ്പേസ് ആണെന്ന് വെരിഫൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അത് W എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ആണെന്ന് പറയാം. സബ്സ്പേസ് എന്ന് പറഞ്ഞാൽ ഈസ് ഓൾസോ വെക്ടർ സ്പേസ്. അപ്പോൾ അതിൽ നമുക്ക് പറയാം ആ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ആയിരിക്കും എന്ന് പറയാം. സോ ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ ആർബിട്രറി എലമെൻറ്റ് W ചൂസ് ചെയ്യുക. സോ എയുടെ ഫോം ഞാൻ എടുത്തു. ദെൻ എ എന്ന് പറയുന്ന മെട്രിക്സിന് എനിക്ക്, അപ്പോൾ അത് വെരിഫൈ ചെയ്യുന്നത് ഞാനിവിടെ പറയുന്നില്ല, നമ്മൾ നേരത്തെ ഇപ്പം ചെയ്തതാണ്. ഇപ്പം നമ്മൾ ചെയ്തതുപോലെ തന്നെ സബ്സ്പേസ് ആണെന്ന് 2 എലമെൻറ്റ് എയും ബിയും ഡബ്ല്യൂവിൽ ചൂസ് ചെയ്യുക. എ പ്ലസ് ബിയും ഡബ്ല്യൂവിലുണ്ടെന്ന് കാണിക്കുക. അതേപോലെ തന്നെ സ്കേലാർ ലാംഡ ബിലോങ്സ് ടു R ചൂസ് ചെയ്യുക. എ ബിലോങ്സ് ടു ഡബ്ല്യു ചൂസ് ചെയ്യുക. അങ്ങനെയാണ് ലാംഡ ഇൻറ്റു എയും എവിടെയുണ്ടെന്ന് കാണിക്കുക? ഡബ്ല്യൂയിലുണ്ടെന്ന് കാണിക്കുക. അപ്പോൾ ആ 2 കണ്ടീഷൻ നിങ്ങൾ വെരിഫൈ ചെയ്തുകൊണ്ട് ഡബ്ല്യു ഒരു സബ്സ്പേസ് ആണെന്ന് വെരിഫൈ ചെയ്യണം. അത് നിങ്ങൾ വെരിഫൈ ചെയ്യണം, അതിവിടെ പറയുന്നില്ല. സോ അപ്പോൾ അത് വെരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും W എന്ന് പറയുന്നത് സബ്സ്പേസ് ആണ്. ദാറ്റ് ഈസ് W എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ആണെന്ന് കിട്ടും, റിയൽ വെക്ടർ സ്പേസ് ആണെന്ന് കിട്ടും. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ അതിൻ്റെ ബേസിസിനെ പറ്റിയാണ് പറയുക. ഇപ്പം നമ്മൾ എഴുതിയതുപോലെ തന്നെ നമുക്ക് W എന്ന് പറയുന്ന സബ്സ്പേസിൻ്റെ അല്ലെങ്കിൽ വെക്ടർ സ്പേസിൻ്റെ ഒരു ബേസിസിനെ പറ്റി നമുക്ക് പറയാൻ പറ്റും. സോ വി ചൂസ് ആൻ എലമെൻറ്റ് ആർബിട്രറി എലമെൻറ്റ് എ ബിലോങ്സ് ടു W. സോ എയുടെ ഫോം എന്ന് പറയുന്നത് മെട്രിക്സ് എ പ്ലസ് ഐ ബി സി പ്ലസ് ഐ ഡി മൈനസ് സി മൈനസ് ഐ ഡി കോഞ്ചുഗേറ്റ് ആണ് എടുക്കുക. സോ മൈനസ് ഓഫ് സി മൈനസ് ഐ ഡി മൈനസ് ഓഫ് എ പ്ലസ് ഐ ബി ഫോം ആയിരിക്കും. സോ അതിനെ നമ്മളിപ്പോൾ എഴുതിയ പോലെ വി ക്യാൻ റൈറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 0 0 മൈനസ് 1 പ്ലസ് ബി ഇൻറ്റു I0 0 മൈനസ് ഐ പ്ലസ് സി ഇൻറ്റു 0 1 മൈനസ് 1 0 പ്ലസ് ഡി ഇൻറ്റു 0 I0 ഫോമിൽ എഴുതാം. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സെറ്റ് കൺസിഡർ ചെയ്യാം. സെറ്റ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1 0 മെട്രിക്സ് 1 0 0 മൈനസ് 1 comma I0 0 minus I comma 0 1 minus 1 0 comma 0 I 0. So clearly that set B subset or equal to W ആണ്.
ഓൾസോ സ്പാൻ ബി എന്ന് പറയുന്നത് തന്നെ കിട്ടുന്നുണ്ട്, ഡബ്ല്യു നമുക്ക് കിട്ടുന്നുണ്ട്. ഓൾറെഡി നമ്മൾ അതിൽ നിന്നുമാണ് ആ സെറ്റ് ചൂസ് ചെയ്തത്, ഫോം ചെയ്തത് തന്നെ. സോ സ്പാൻ ബി എന്ന് പറയുന്നത് ഡബ്ല്യു നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് എന്തൊരു കാണിച്ചാൽ ബി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്നൊരു കാണിക്കും ബേസിസ് ആകാനായിട്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കൺസിഡർ ലാംഡ 1 ഇൻറ്റു 100 മൈനസ് 1 പ്ലസ് ലാംഡ 2 ഇൻറ്റു I00 മൈനസ് ഐ പ്ലസ് ലാംഡ 3 ഇൻറ്റു 01 മൈനസ് 10 പ്ലസ് ലാംഡ 4 ഇൻറ്റു 0 I0 ഈക്വൽ ടു എന്തെടുക്കുക, ഡബ്ല്യൂവിലെ 0 വെക്ടർ, ദറ്റ് ഈസ് 0 0 0 0 2/2 0 മെട്രിക്സ് എടുക്കുക. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ലാംഡ 1 ലാംഡ 2 ലാംഡ 3 ലാംഡ 4 0 ആണെന്ന് കിട്ടും. ദെർഫോർ ആ സെറ്റ് ബി എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് അതിൽ നിന്ന് പറയാം. അപ്പോൾ അതും കൂടി നിങ്ങൾ എഴുതി പോകണം, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ളതോട് വെരിഫൈ ചെയ്ത് പോവുക. സോ ബി എന്ന് പറയുന്നത് സ്പാനിങ് സെറ്റ് ആണെന്ന് കിട്ടി ഡബ്ല്യൂവിൻ്റെ, അതുപോലെ ബി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ ബി എന്ന് പറയുന്നത് ഡബ്ല്യൂവിൻ്റെ ഒരു ബേസിസ് ആണെന്ന് പറയാം. ഹെൻസ് ബി ഈസ് എ ബേസിസ് ഓഫ് ഡബ്ല്യു. ഓക്കെ, അതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് ആ ബേസിസിൽ? 4 എലമെൻറ്റ്സ് ആണ്. ദെർഫോർ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു, വി എന്നല്ല, ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഈക്വൽ ടു എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. മാറ്റി എഴുതണം, ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഈക്വൽ ടു 4. കൺസിഡർ എ നോട്ട്. റിഗാർഡ് 5 empty set as a basis for the zero subspace. നമ്മൾ കണ്ടാണ് സിംഗിൾട്ടൺ സെറ്റ് 0v എന്ന് പറയുന്ന ഒരു സബ്സ്പേസ് ആണ്, വെക്ടർ സ്പേസ് ആണ് നമ്മൾ കണ്ടാണ്. അപ്പോൾ അതിൻ്റെ ബേസിസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എം ടി സെറ്റിനെയാണ്, 5a ആണ് നമ്മൾ അതിൻ്റെ ബേസിസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ദറ്റ് മീൻസ് അതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? അതിൽ എലമെൻറ്റ്സ് ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഡയമെൻഷൻ ഓഫ് ദ വെക്ടർ സ്പേസ് സിംഗിൾട്ടൺ സെറ്റ് 0vയുടെ ഡയമെൻഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 0 ആണ് കൺസിഡർ ചെയ്യുക. ഡയമെൻഷൻ ഓഫ് ദ സിംഗിൾട്ടൺ സെറ്റ് 0v എന്ന് പറയുന്നത് 0 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ ബേസിസ് ആയിട്ട് എം ടി സെറ്റിനെയും അതിൻ്റെ ഡയമെൻഷനായിട്ട് 0യുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് തിയറം. ലെറ്റ് വി ബി എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ്. ഓക്കെ, നമുക്കത് അടുത്ത ക്ലാസ്സിലേക്ക് പറയാം.